ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യയിൽ ക്രൂശിലെ ഒന്നാമത്തെ മൊഴിയുമായി നിൽക്കുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിച്ച വലിയ കൃപയോർത്ത് നന്ദി അർപ്പിക്കുന്നു. ഒന്നാമത്തെ മൊഴി: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ്മ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു രണ്ട് കള്ളന്മാരുടെ മധ്യയിൽ കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയാണ്. രണ്ട് ദുഷ്പ്രവർത്തിക്കാരാണെങ്കിൽ ഒരാൾ വലത്തും ഒരാൾ ഇടത്തുമായി നിന്ന് കാൽവരി ക്രൂശിൽ യാഗമാകുമ്പോൾ അവർ ഈ ലോകത്തിന്റെ പാപങ്ങൾ ചെയ്തവർ, ഈ ലോകത്തിൽ സകല തെറ്റുകളും ചെയ്തവർ, അവർ അർഹിക്കുന്ന ക്രൂശുമരണം അവരുടെ ജീവിതത്തിൽ അവർ അനുകരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു പാപം ചെയ്യാത്ത പരിശുദ്ധനായിരുന്നു. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. നമ്മുടെ കർത്താവ് അനുഭവിച്ച ഓരോ വേദനകളും ഇന്ന് അച്ഛൻ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. അത്രമാത്രം വേദനകൾ അനുഭവിച്ച് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുകയാണ് നമ്മുടെ പിതാവ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കളങ്കമില്ലാതെ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുകയാണ് ചെയ്യുന്നത്. ഈ മൊഴി രണ്ട് തലങ്ങളെ നമ്മെ സൂചിപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥനയുടേതും രണ്ട് ക്ഷമയുടേതുമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പല രീതികളിലുള്ള പ്രാർത്ഥനകളുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാമെങ്കിൽ ലൂക്കോസ് 22:39 മുതൽ 46 വരെ വായിക്കുമ്പോൾ ഒരു ഹൃദയം തകരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരുമായി ഒലിവുമലയിൽ പോയാണ്. യേശു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് കുറെ അകലം വിട്ടുപോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം തകരുന്ന ഒരു പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം ഇവിടെ നിറവേറട്ടെ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കാറുണ്ട്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓരോന്നും ചോദിച്ചു വാങ്ങുകയാണ് നാം ചെയ്യുന്നത്. പിതാവേ, അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ, അങ്ങക്ക് ഹിതമാണെങ്കിൽ എനിക്ക് തരണമേ എന്ന് പറയുവാൻ നമുക്ക് ആർക്കും കഴിയുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും പിതാവിനോട് നാം വാശിയോട് ചോദിച്ചു വാങ്ങണം. നല്ലതാകട്ടെ, തീയതാകട്ടെ, എന്താകട്ടെ നാം ദൈവസന്നിധി നാം ചോദിക്കുകയാണ്. പിതാവേ, അങ്ങക്ക് ഹിതമാണോ, അങ്ങക്ക് ഇത് ഇഷ്ടമാണോ എന്ന് നാം ഒരിക്കൽ പോലും ചോദിക്കാറില്ല. നാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധി ചോദിച്ചു വാങ്ങുമ്പോൾ കാൽവരി ക്രൂശിൽ നമ്മുടെ യേശു ചെയ്യുന്നത്, പിതാവേ, അങ്ങയുടെ ഇഷ്ടമെന്തോ അത് എന്റെ ജീവിതത്തിൽ ആകട്ടെ എന്നാണ് പറയുന്നത്. ലൂക്കോസ് 22:44 നോക്കാമെങ്കിൽ, പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. അത്രമാത്രം വേദനയോട് പ്രാർത്ഥിക്കുകയാണ്. താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകം പേരെ രോഗികൾക്ക് സൗഖ്യം നൽകി, മരിച്ചവരെ ഉയർപ്പിച്ചു, എത്രയോ നന്മകൾ ഈ ഭൂമിയിൽ ചെയ്തു. എന്നിട്ടും താൻ കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയാണ്. പിതാവ് തന്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചത് എന്തുകൊണ്ട്, എന്തിനാണ്, ആ ഉദ്ദേശം ഇവിടെ നിറവേറുകയാണ് ചെയ്യുന്നത്. കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയാണ്. പിതാവ് അല്പം മൗനമായിരിക്കുകയാണ്. കാരണം പിതാവ് അയച്ച ഉദ്ദേശം പുത്രനിൽ കൂടെ ഈ ഭൂമിയിൽ നിറവേറണം എന്നുള്ള ഒരേ ആഗ്രഹത്തോട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നാമും ഹൃദയം തകരുന്ന വേദനയുടെ മധ്യയിലും പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നാം മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനായിരിക്കുമ്പോൾ യേശുപ്പ എന്ന് മാത്രം വിളിച്ചാൽ മതി. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള വേദന, ഭാരങ്ങൾ എന്തായാലും നാം അതൊന്ന് പറയുവാൻ പോലും കഴിയാതെ കണ്ണുനീർ മാത്രം നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുന്ന നിമിഷങ്ങളുണ്ട്. എന്നാലും ആ ഹൃദയം തകരുന്ന വേദന കാണുന്ന ഒരു പിതാവ്, ഒരു ദൈവം ഇപ്പോൾ ഇവിടെ തൻ്റെ പുത്രനും മൗനമായിരിക്കുകയാണ്. കാരണം നമുക്ക് വേണ്ടി ഈ കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ വേണ്ടി നാം ചെയ്തു പോയ പാപങ്ങൾക്കും തെറ്റുകൾക്കും കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ വേണ്ടി മാത്രമാണ് പിതാവ് മൗനം പാലിക്കുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ് നിറവേറുന്നത്. യെശയ്യാവ് 53:12 പറയുന്നു, ഞാൻ അവനെ മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തയാൽ തന്നെ. അങ്ങനെ കാൽവരി ക്രൂശിൽ യെശയ്യാ പ്രവാചകന്റെ പ്രവചനം നിറവേറുകയാണ്. അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ഈ ലോകത്തിൽ കള്ളന്മാരുടെ മധ്യത്തിൽ കാൽവരി ക്രൂശിൽ യാഗതനായി നമ്മുടെ യേശു തീരുകയാണ് ചെയ്യുന്നത്. റോമ ഭടന്മാർ യേശുവിനെ ക്രൂശിൽ ആണികൊണ്ട് തറയ്ക്കുമ്പോൾ പോലും യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശു പ്രാർത്ഥിക്കുന്ന റോമ പടയാളികൾക്ക് വേണ്ടി
വിട്ടുകളയുന്നില്ല. അപ്രകാരം ഒരു നല്ല ക്ഷമയുടെയും കഴിയുന്ന പിതാവാണ് നമ്മുടെ പിതാവ്. മത്തായി 5:44 പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇത്രയും ക്ഷമിക്കുന്ന ഒരു പിതാവിന്റെ മക്കളാണ് നാം ഓരോരുത്തരും. ഇന്ന് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ മക്കളോടാകട്ടെ, ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കാം. ഈ ക്ഷമ പിന്നത്തേതിൽ ശിഷ്യന്മാരിലും പ്രതിഫലിക്കുന്നുണ്ട്. സ്തെഫാനോസ് കല്ലേറുകൊണ്ട് മരണാസന്നനായപ്പോഴും, പിതാവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞാണ് തന്റെ ജീവനെ വിടുന്നത്. നാം ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നാം ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നാം മറ്റാരോടും പറയേണ്ട ആവശ്യമില്ല. നാം പറഞ്ഞല്ല മറ്റുള്ളവർ അറിയേണ്ടത്, അവരറിയണം. നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ പ്രവൃത്തി കണ്ട്, നമ്മുടെ ക്ഷമാശീലം കണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും കണ്ട് അവർ തിരിച്ചറിയണം. അപ്പോഴേ നാം കാൽവരി കുരിശിൽ യാഗമായി തീർന്ന പിതാവിന്റെ മക്കളാകുന്നത്. അല്ല, നാം പറഞ്ഞല്ല അവർ അറിയേണ്ടത്, നമ്മുടെ ജീവിതം കണ്ട് അവർ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മാതൃകയുള്ള തീരണം. ഇവിടെ ക്ഷമിക്കുന്ന ഒരു പിതാവ് യേശുവും ശിഷ്യന്മാരുമായി ആയിരിക്കുമ്പോൾ താൻ സ്നേഹിച്ച ശിഷ്യൻ ഇതാ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ, ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുവാൻ കടന്നു വരുമ്പോൾ കൂടെയായിരുന്ന ശിഷ്യന്മാർ ആ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ യേശു അവിടെ ചെയ്യുന്നത് ആ കാത് തൊട്ട് സൗഖ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ക്ഷമിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ പിതാവ്. എഫേസ്യർ 4:32 പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ഈ ക്ഷമ എങ്ങനെ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുമെന്ന്, സ്നേഹത്തിൽ കൂടെ മാത്രമാണ് ഈ ക്ഷമ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയുന്നുള്ളത്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ദാവീദ് പറയുമ്പോൾ, ഈ പാപക്ഷമ നേടാനെങ്കിൽ നമ്മോട് പിഴച്ചവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം. നാം എല്ലാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം വേദനയിൽ അകപ്പെടാതിരിക്കുവാൻ, നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഭാരങ്ങൾ കടന്നു വന്നാലും അതിൽ നിന്നൊരു വിടുതൽ നേടുവാൻ വേണ്ടി മാത്രമാണ് കാൽവരി ക്രൂശിൽ നമ്മുടെ യേശു യാഗമായി തീർന്നത്. തിന്മയെ തിന്മ കൊണ്ട് എതിർക്കുന്ന ഈ ലോകത്തോടുള്ള ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഈ മൊഴിയും. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. തിന്മ ചെയ്യുന്നവർ ആ തിന്മ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ ലോകത്തിൽ ഒരിക്കലും നന്മയുണ്ടാകില്ല. തിന്മ ചെയ്യുന്നവർക്ക് നേരെയുള്ള ഒരു ശക്തമായ വെല്ലുവിളിയാണ് യേശുവിന്റെ ഈ മൊഴിയും. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ നാമും നമ്മുടെ ക്രിസ്തുവിന്റെ അനുകാരികളായി മാറും. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, മറ്റുള്ളവരുടെ സ്നേഹത്തോടെ ആയിരിക്കുവാനും, അവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവരുടെ മുഖത്തിൽ നോക്കുവാനും നമുക്ക് കഴിയട്ടെ. എങ്കിലേ നാം കർത്താവിന്റെ മക്കളായി തീരുന്നുള്ളൂ. ആ ക്രൂശിലെ പിതാവിന്റെ യഥാർത്ഥ അവകാശികളായി നാം മാറുകയുള്ളൂ. അപ്രകാരം ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല വെള്ളിയാഴ്ച കൂടി ക്രൂശിലെ മൊഴികളെ ധ്യാനിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്ന് ധ്യാനിക്കുവാനായി ക്രൂശിലെ മൊഴിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ മൊഴിയാണ്. ലൂക്കോസ് 23-ാം അധ്യായം 39 തുടങ്ങി 43 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 29:33 തുടങ്ങി 39 തുടങ്ങി 43 വരെ. അതിൽ പറയപ്പെട്ടിരിക്കുന്നു 23:42-43. പിന്നെ അവൻ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ക്രൂശിലെ രണ്ടാമത്തെ മൊഴിയായ ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പാപികളെ ക്ഷമിക്കുവാൻ പിതാവിനോട് ചെയ്ത അപേക്ഷയായിരുന്നു
ക്രൂശിലെ ആദ്യത്തെ മൊഴി. തുടർന്ന് യേശു പറയുന്നത് എന്തായിരിക്കുമെന്ന് അവിടെ നിന്ന് പലരും കാതോർത്തിരുന്നു. യേശു എന്താണ് പറയുന്നത്, അടുത്തതായി യേശു എന്താണ് പറയുന്നത് എന്ന് ജനങ്ങൾ കാതോർത്തിരിക്കുമ്പോൾ പാപക്ഷമയ്ക്ക് വേണ്ടി ക്രിസ്തു തൻ്റെ ചുണ്ടുകളെ ആദ്യമായി ചലിപ്പിച്ചുവെങ്കിൽ പാപക്ഷമ നൽകുന്നതായിരുന്നു രണ്ടാമത്തെ മൊഴി. ശത്രുക്കൾ തന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോഴും യേശു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. യേശുവിനെ നോക്കി ദുഷ്പ്രവൃത്തിക്കാരനായ ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ ചോദിക്കാണ്, നീ ദൈവപുത്രനെങ്കിൽ നീ ഇപ്പോൾ തന്നെ ഇറങ്ങി വാ എന്ന് പറയാണ്. അതുപോലെ തന്നെ കൂടെ നിന്നിരുന്ന ക്രൂശിൽ തൊങ്ങപ്പെട്ടിരുന്ന ആ മനുഷ്യനും യേശുവോട് പറയാണ്, നീ ക്രിസ്തുവല്ലയോ, നീ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ പോലും യേശുവിൻ്റെ ചുണ്ടുകൾ ചലിച്ചില്ല. എന്നാൽ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന്. എന്നാൽ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് അനുദപിച്ച് പറഞ്ഞ് കള്ളനോട് പറഞ്ഞതാണ് ഈ രണ്ടാമത്തെ മൊഴി. രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ തന്നെയും ഓർക്കണമേ. ഇവിടെ നാം കാണുമ്പോൾ തന്നെയും ഓർക്കണമേ എന്ന വാക്കിനായിരുന്നു അവിടെ പ്രാധാന്യം. തന്നെയും ഓർക്കണമേ എന്ന അപേക്ഷയ്ക്ക് ദൈവം ആ സമയം തന്നെ, നാളെ എന്നല്ല ഇന്ന് തന്നെ ഈ ആ നാൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തന്നോടൊപ്പം പരദീസയിൽ ഇരിക്കുമെന്ന് ക്രിസ്തു അവന് നൽകിയ ഉറപ്പാണ് രണ്ടാമത്തെ മൊഴി. യെശയ്യാ പ്രവാചകൻ 53:12 ഇപ്രകാരം പറയുന്നു, അവൻ തൻ്റെ പ്രാണനെ മരണത്തിൽ ഒഴുകിക്കളയുകയും അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ടും അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. ഈ വചനം, പ്രിയമുള്ളവരെ, ഈ വചനം ഇവിടെ പൂർത്തീകരിക്കാമാണ്. അനുദപിക്കുന്ന ഭാവിക്ക് ദൈവം പരദീസ വാഗ്ദാനം നൽകുന്നു. നാം കളങ്കമില്ലാതെ പാപം ചെയ്യാതെ ദൈവത്തിന് ഉചിതമായ ജീവിതം നയിക്കുമെങ്കിൽ ദൈവം നമുക്കും പരദീസ വാഗ്ദാനം നൽകുകയാണ്. നാം രക്ഷാപ്രവർത്തനത്തിനായി സ്പഷ്ടമായും പ്രവർത്തനമായിരിക്കുന്നത് കാൽവരിയിലെ 3 ക്രൂശുകൾ. ഒന്നാമത്തെ ക്രൂശ് രക്ഷകന്റെ വീണ്ടെടുപ്പിനെയും, രണ്ടാമത്തെ ക്രൂശ് അനുദപിക്കുന്ന പാപിയെയും, മൂന്നാമത്തെ ക്രൂശ് രക്ഷയെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നു. കഴിഞ്ഞ 6 മണിക്കൂർക്കുള്ളിൽ സംഭവിച്ചതെല്ലാം കൂടെ നടന്ന് കണ്ടതാണ് ഈ കള്ളന്മാർ. ഈ 2 കള്ളന്മാരും കുറ്റവാളികളാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇരുവരും അനുഭവിക്കുന്ന വേദന കഠിനമാണ്. നാം നോക്കുമ്പോൾ അച്ഛൻ പ്രസംഗിച്ചതുപോലെ ആ സാഹചര്യത്തിൽ ഓരോ നിമിഷം അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന അതികഠിനമാണ്. പാപക്ഷമ ലഭിക്കേണ്ട ഇവർ, എന്നിട്ടും ഒരു പാപിയോ തൻ്റെ പാപത്തിൽ അനുദപിക്കാതെ നിത്യ നരകത്തിലേക്ക് ചെല്ലുന്നു. മറ്റൊരാളോ തൻ്റെ പാപത്തെ അനുതാപത്തോടെ ദൈവത്തോട് പറഞ്ഞ് പരദീസയിൽ കൈവരിക്കുകയും ചെയ്യുന്നു. മത്തായി 7:8 ഇങ്ങനെ പറയുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു എന്ന്. യേശു അരുളി ചെയ്തതുപോലെ യാചിക്കുന്ന ഏവനും ആ ക്രൂശിൽ നിന്നുകൊണ്ട് തന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ആ മനുഷ്യന് താൻ യാചിച്ചതുപോലെ ദൈവം ഉടൻ തന്നെ അവന് ഉത്തരവ് അരുളയാണ്, നീ ഇന്ന് തന്നെ എൻ്റെ കൂടെ പരദീസയിൽ ഇരിക്കുമെന്ന്. യാചിക്കുന്നത് എപ്പോഴും നാം വേദനയിലായിരിക്കുമ്പോഴാണ്. നാം നമ്മളുടെ പ്രയാസത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് യാചിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ യാചനകളെ കേട്ട് നമുക്ക് ഉടൻ തന്നെ ഉത്തരം നൽകുകയാണ്. ദൈവം നമ്മുടെ യാചനയെ ഒരിക്കലും നിരസിക്കില്ല. അങ്ങനെയാണ് കർത്താവെ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് കള്ളന്റെ യാചനയ്ക്ക് ഉടൻ തന്നെ മറുപടി ലഭിക്കുന്നത്.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ തന്നെ മറുപടി ലഭിക്കണമെങ്കിൽ നാം ആത്മീക പരിവർത്തനം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ജീവിതകാലം മുഴുവൻ കൊള്ളയും കൊലപാതകയുമായി നടന്ന കള്ളന് അവസാനം മോക്ഷവും സ്വർഗവുമാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നാം നോക്കുമ്പോൾ ആ ജീവിതകാലം മുഴുവൻ താൻ ജീവിച്ചിരുന്ന കാലത്തൊക്കെയും ആ കള്ളൻ കൊള്ളയും കൊലപാതകവുമായി ജീവിച്ചിരുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ അവൻ മോഷ്ടിക്കുന്നത് എന്തായിരുന്നു? ദൈവത്തിൽ നിന്ന് മോക്ഷവും അഥവാ സ്വർഗവുമാണ്. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ എന്ന് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവെ നോക്കി പറയുവാൻ അവിടെ നിന്ന് മറ്റാർക്കും കഴിഞ്ഞില്ല, ആ കള്ളനല്ലാതെ. അപ്പോൾ വലതു ഭാഗത്തെ കള്ളനെ കുറിച്ച് നമുക്ക് പറയുമായെങ്കിൽ കള്ളന് യേശുവിനെ കുറിച്ച് ഏതൊന്നുമേ അറിവില്ല. യേശു ആരാണെന്നോ യേശു എങ്ങനെപ്പെട്ട ആളാണെന്നോ ഇതുവരെയും യേശുവെ കണ്ടില്ലാതെ ആ കള്ളൻ യേശുവിനെ ആദ്യമായി കാണുമ്പോഴാണ് ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ കള്ളനെ യേശുവിനെ കാണുവാൻ സാധ്യതയില്ല. കള്ളൻ രാത്രിയിൽ മോഷ്ടിക്കാനിറങ്ങും. യേശു കർത്താവോ പകൽ നേരങ്ങളിൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി നേരത്തെ ഒരുക്കിയിരുന്നു. ആ സമയത്ത് കള്ളന് യേശുവിനെ കുറിച്ച് കേട്ടറിവുണ്ടായിരിക്കാം, പക്ഷെ യേശുവിനെ കാണുവാനുള്ള സാധ്യത കുറവായിരുന്നു. ആ നിമിഷം അവൻ്റെ അവസാന നിമിഷത്തിലാണ് യേശുവിനെ കാണുവാനുള്ള അവസരം അവന് നൽകുന്നത്. എന്നാൽ കുറ്റമില്ലാതെ യേശു തൻ്റെ അടുത്ത് ഒരു കുറ്റവാളിയും ഒരു കൊലപാതകവും അല്ലാതെ യേശു തൻ്റെ അടുത്ത് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതെ കണ്ട് അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നിന്റെ രാജ്യത്വം വരുമ്പോൾ എന്നെയും ചേർത്ത് കൊള്ളണമേ എന്ന്. അപ്പോഴും യേശുവിനെ തിരിച്ചറിഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്. രക്തമാർന്ന് ക്രൂശിൽ കിടന്ന് യേശുവിനെ മരണത്തെ ജയിക്കാനുള്ള കഴിവുണ്ടെന്ന് ആ കള്ളന് അറിയാമായിരുന്നു. ഈ കള്ളൻ ക്രൂശിൽ കിടന്ന് മാനസാന്തരപ്പെട്ട് കൊടിയ അന്ധകാരം ഭൂമിയെ ചുറ്റുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട്, ദൈവമേ, നിന്റെ കർത്താവേ, നിന്റെ രാജ്യത്വം വരുമ്പോൾ എന്നെയും നിന്റെ കൂടെ ചേർത്ത് കൊള്ളണമേ എന്ന്. അതിൻ്റെ മറുപടിയായാണ് യേശു കർത്താവ് ഉടൻ തന്നെ അവന് നൽകുന്നത്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന്. ക്രൂശീകരണത്തിൻ്റെ വേദനകളെ നമുക്ക് മനസ്സിലാവും. ഇന്ന് നമുക്ക് അത് ആത്മീകമായി മനസ്സിലാക്കാനാണ് പറുദീസ പ്രവേശനം ഏവർക്കും ഇഷ്ടമാണ്. എന്നാൽ അതിനായി ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുള്ള പങ്കാളിത്തം ഒരു വ്യക്തി ഉറപ്പാക്കണമെന്ന് യേശു ക്രിസ്തു തൻ്റെ പാപത്തിന് പരിഹാരിയായി മരിച്ചതെന്നും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിലെ യാഗമായി തീർന്നത്. യേശു കർത്താവ് പറഞ്ഞതുപോലെ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതുപോലെ രണ്ടാമതായി പറഞ്ഞ വഴി ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. നാമും ഓരോരുത്തരും പറുദീസയിൽ പങ്കാളികളായാകുവാൻ ദൈവം നാം ഏവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് ഈ അവസരം തന്ന സഭാപുരോഹിതനോട്, ചർച്ച് കമ്മിറ്റിയോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു.
ക്രൂശീകരണ ധ്യാന ആരാധനയിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ എനിക്ക് ഒരു തവണയാണ് ഈ ക്രൂശീകരണ ധ്യാനാരാധനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. ദൈവം അനുവദിച്ചിട്ടല്ലാതെ ആർക്കും ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുവാൻ സാധിക്കുകയില്ല എന്നതാണ് ഞാൻ ഈ കാലത്തിൽ മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന മൊഴി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു തന്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഉത്തരവാദിത്തങ്ങളുടെ ആഴം ഈ വാക്യങ്ങളിൽ പ്രകടമാണ്. കുരിശിൽ വേദന അനുഭവിച്ച് തന്റെ ശരീരമാസകലം നീറുന്ന മുറിവുകളുമായി മരണത്തോട് മല്ലടിക്കുമ്പോഴും ദൈവപുത്രൻ മനുഷ്യരോടുള്ള സ്നേഹവും കരുണയും ഊഷ്മളമായ ബന്ധങ്ങളിലേക്ക് മനുഷ്യരെ നയിക്കുന്ന മനോഹരമായ വാക്യങ്ങളാണ് ഈ മൊഴികളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുരിശിന്റെ ചുവട്ടിൽ നിരവധി സ്ത്രീകളും ഒരു പുരുഷനും അടങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് നാം കാണുന്നത്. കഷ്ടതയുടെയും ഭയത്തിന്റെയും നടുവിൽ യേശു കർത്താവിനോടൊപ്പം നിൽക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. ഈ പ്രവൃത്തി ക്രിസ്തുവിനുള്ള ധീരതയെ വെളിവാക്കുന്നു. യേശു മറിയയെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ അത് ഒരു പ്രിയപ്പെട്ട പദമല്ല. എന്നാൽ ഈ അഭിവാദനം യഹൂദ സമൂഹത്തിൽ അവരുടെ സാംസ്കാരികപരമായ ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. സ്ത്രീ എന്നുള്ള വിളി സ്നേഹത്തോടെയുള്ള ആദരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മൊഴിയുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ബന്ധങ്ങൾക്ക് വില നൽകുന്ന യേശു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരുന്നത് തകർന്ന ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഏതിനിൽ തകർക്കപ്പെട്ട ബന്ധത്തെ യേശു കർത്താവ് കുരിശു മരണത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ യോസേഫിനെ സഹോദരന്മാർ തള്ളിക്കളഞ്ഞപ്പോൾ യോസേഫിന്റെ പേരിൽ തന്റെ സഹോദര ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാമും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തകർച്ചയുടെ അനുഭവങ്ങളിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. രണ്ടാമതായി, കരുതുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് യോഹന്നാനെയാണ്. യോഹന്നാന് തന്റെ അമ്മയെ നൽകിക്കൊണ്ട് യേശു മറിയയുടെ അനാഥത്വത്തെ മാറ്റിക്കൊടുക്കുന്നു. ഇത് ഒരു താൽക്കാലികമായ ഒരു ക്രമീകരണമല്ല, ദീർഘകാലത്തേക്കുള്ള ഒരു ബന്ധത്തെയാണ് യേശു യോഹന്നാനിലൂടെ മറിയയ്ക്ക് നൽകുന്നത്. ക്രൂശീകരണത്തിന് ശേഷം മറിയ 12 വർഷക്കാലം ജീവിച്ചിരുന്നതായി പാരമ്പര്യം പറയുന്നുണ്ട്. യേശു കുരിശിൽ കിടക്കുമ്പോഴും തന്റെ അമ്മയോടുള്ള കടമ നിറവേറ്റപ്പെടുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന 5ാമത്തെ കൽപ്പനയാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. മൂന്നാമതായി, ക്രൂശിന്റെ ചുവട്ടിൽ അഭയം നൽകുന്ന ക്രിസ്തു. ദുഃഖിതയായ അമ്മയായിട്ടാണ് മറിയ കാൽവരിയിലേക്ക് പോയത്. അവിടെ യേശു കർത്താവ് തന്റെ വേദനകൾ വകവയ്ക്കാതെ തന്റെ അമ്മയെയും പ്രിയ ശിഷ്യനെയും കരുതുകയും തന്റെ മനുഷ്യരുടെ സകല പാപങ്ങളെയും പോക്കി ദുഃഖം നീക്കി സകല മനുഷ്യർക്കും കുരിശിലൂടെ രക്ഷയൊരുക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്ക് കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പല മാതാപിതാക്കളെയും വാർദ്ധക്യ കാലഘട്ടത്തിൽ അനാഥാലയങ്ങളിൽ തള്ളപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഈ സാഹചര്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് കുരിശിലൂടെ മാതൃക കാണിച്ച് തന്നിരിക്കുകയാണ്. ആ രക്ഷകനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്തി കടന്നു ചെല്ലാം. ദൈവം അതിനെ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Oh
15-ാം അധ്യായം 33-34 വാക്യങ്ങളിലും മത്തായി 27-ന്റെ 45-46 വാക്യങ്ങളിലും യേശു എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. അത് അരാമ്യ ഭാഷയിൽ നിലവിളിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏലി ഏലി ലമ്മ ശബക്താനി അഥവാ ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി. മൊഴിമാറ്റങ്ങൾ പല ബൈബിളുകൾ പല മൊഴിമാറ്റങ്ങൾ വന്നിട്ടും അതിൻ്റെ മൂലഭാഷയിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന അപൂർവം ചില വാക്കുകളിൽ ഒന്നാണ് ഏലി ഏലി ലമ്മ ശബക്താനി. ഇതൊരു നിലവിളിയാണ്, യേശുവിൻ്റെ ഒറ്റപ്പെടലിൻ്റെ നിലവിളി. ദൈവം തന്നെ കൈവിട്ടു എന്ന് ഒരു തോന്നൽ യേശുവിന് ഉണ്ടാവുകയാണ്. ആ ഒറ്റപ്പെടലിൻ്റെ വേദന, ആ തള്ളിക്കളയപ്പെട്ടതിൻ്റെ വേദന യേശു ഒരു നിലവിളിയിലൂടെ വ്യക്തമാക്കുന്ന ഒരു മൊഴിയാണിത്. ഇതിൻ്റെ പശ്ചാത്തലം യേശു 6 മണിക്കൂറാണ് ക്രൂശിൽ കിടന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 3-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ. അതിലെ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ഒരു നിശബ്ദതയും ഇരുട്ടും ഉണ്ടായതായും അതിലെ 9-ാം മണി നേരത്താണ് യേശു ഈ മൊഴി പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ നമ്മുടെ സമയമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയമാണ്. അതായത് ഉച്ചയ്ക്ക് 12 തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് ഒരു അന്ധകാരം, നിശബ്ദത അവിടെ നേരിടുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ്. യൂഷ്വലി ഈ ക്രൂശ് മരണം നമ്മൾ ചരിത്രം നോക്കുമ്പോൾ 2 ദിവസം വരെ ക്രൂശിക്കപ്പെടുന്ന ആ കുറ്റവാളി കിടന്ന് രക്തം വാർന്ന് വെയിലും വെള്ളദാഹവും ഒക്കെ ഏറ്റ് നരകിച്ച് ഒരു 2 ദിവസം കൊണ്ട് മരിക്കുന്നതായാണ് യൂഷ്വൽ പിക്ചർ. പക്ഷേ ഇവിടെ യേശു വെറും 6 മണിക്കൂർ മാത്രമേ ക്രൂശിൽ കിടന്നുള്ളൂ. അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തോരം മുറിവുകൾ, യേശുവിൻ്റെ ശരീരത്തിൽ എന്തോരം വീണ്ടുചാലുകൾ പോലെ കീറി എന്തോരം മുറിവും വേദനയും സഹിച്ച് അതിൽ നിന്നുള്ള രക്തം വാർന്നായിരിക്കാം യേശു മരണപ്പെട്ടിട്ടുണ്ടാവുക. ഒന്നാമതായി പറയാനുള്ളത് മനുഷ്യപാപത്തിന്റെ തീവ്രത, മനുഷ്യപാപത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന് ഈ മൊഴി വ്യക്തമാക്കുന്നു. പെസഹ കാലം എന്ന് പറയുന്നത് ഒരു പൂർണ്ണചന്ദ്രന്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരുൾ, അന്ധകാരം ഉണ്ടായത് ഒരിക്കലും സൂര്യഗ്രഹണം കൊണ്ടല്ല. പകരം നീതി സൂര്യനായ യേശുക്രിസ്തു, ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തു ഈ കഷ്ടപ്പാട്, ഈ നീതികേട് അനുഭവിക്കേണ്ടി വന്നതിനുള്ള പ്രകൃതിയുടെ പ്രതികരണമാണ് സൂര്യൻ തൻ്റെ മുഖം മറച്ചുകൊണ്ട് അന്ധകാരം ആ സ്ഥലത്തുണ്ടാകാനുള്ള കാരണം. ഇതോടുകൂടി ഈ യേശുവിനെ പരിഹസിക്കുന്നവരുടെ പരിഹാസമൊക്കെ പൊട്ടിച്ചിരികൾ നിലയ്ക്കുകയാണ്. മന്ദിരത്തിലെ തിരശ്ശീല ചീന്തിപ്പോവുകയാണ്, ഭൂമികുലുക്കം ഉണ്ടാവുകയാണ്. അവിടെ ഒരു ഡിവൈൻ വാക്വം ഉണ്ടാവുകയാണ്. യേശുവും ദൈവവും തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ നിലച്ചിട്ട് യേശു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ. പാപത്തിന്റെ ഭീകരത, പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന് ബൈബിൾ പറയുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതായി. ഈ സകലരുടെയും പാപം യേശു തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് ക്രൂശിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറുമ്പോൾ ഈ പാപത്തിന് നേരെ ദൈവം കണ്ണടയ്ക്കുന്നു. പിതാവ് പരിശുദ്ധനായ പിതാവാണ്. പിതാവിന്റെ മേൽ ഒരു പാപവും ദൈവവും തമ്മിൽ സന്ധിയില്ല. അതുകൊണ്ട് തന്നെ ആ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ യേശുവിന് നേരെ ദൈവം ഒരു നിമിഷം കണ്ണടയ്ക്കുന്നു. ആ ഒറ്റപ്പെടൽ ഒരു നിലവിളിയായി നമ്മുടെ മുമ്പിൽ കിടക്കുന്നു. അത്രയും ഭീകരമായ പാപം ആണ് യേശു നമുക്ക് വേണ്ടി ചുമന്നത്. രണ്ടാമതായി ഉള്ള ചിന്ത, യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തിരുവചനം ധ്യാനിച്ചു എന്നുള്ളതാണ്. ഈ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നുള്ളത് 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോഴും എല്ലാം വചനത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതമാണ് യേശുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയേണ്ടത്. യേശുവിന്റെ അവസ്ഥയെപ്പറ്റി 22-ാം സങ്കീർത്തനം വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. അതായത് 7-ാമത്തെ വാക്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തല കുലുക്കുന്നു. 16-ാമത്തെ അധ്യായം, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 18-ാമത്തെ വാക്യം, എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു തുടങ്ങിയ വാക്കുകൾ യേശുവിൻ്റെ കഷ്ടാനുഭവവുമായി ബന്ധപ്പെടുത്തി യേശുവിൻ്റെ കഷ്ടതയെക്കുറിച്ച്, യേശുവിൻ്റെ പീഡാനുഭവത്തെ പറ്റിയുള്ള ഒരു സങ്കീർത്തനമാണ്. യഹൂദർ അവരുടെ വേദനയുടെ തീവ്രതയിൽ ഈ സങ്കീർത്തനങ്ങൾ ഓരോ സങ്കീർത്തനങ്ങളും ഉരുവിടുന്നത് പതിവായിരുന്നു. യേശുവും അപ്രകാരം തൻ്റെ പോരാട്ടങ്ങളുടെ പരീക്ഷകളുടെ നടുവിൽ
വചനത്തെ ധ്യാനിച്ച് അതിനെ അത്താണിയാക്കി ജീവിച്ചതായി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇത് ഒരു മഹത്തായ എക്സാമ്പിളാണ്. നമുക്കും നമ്മുടെ കഷ്ടതകളുടെ ഇടയിൽ, നമ്മുടെ പീഡാനുഭവങ്ങളുടെ ഇടയിലും വചനത്തെ ധ്യാനിച്ചുകൊണ്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. യെശയ്യാവ് 40-ാം അധ്യായം മുതൽ 55-ാം അധ്യായം വരെ യഹോവയുടെ കഷ്ടപ്പെടുന്ന ദാസനെ പറ്റി എഴുതിയിട്ടുണ്ട്. അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. മൂന്നാമതായി, ദൈവത്തെ തന്നെ കൈവിട്ട ഒരവസ്ഥ. ദൈവം സ്നേഹവാനാണ്, മനുഷ്യരെല്ലാവരെയും സ്നേഹിക്കുന്നു, സ്വന്തം ജീവൻ തന്നെ നൽകി നമ്മളെ വീണ്ടെടുക്കുന്നു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും ഒരാൾ പോലും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ കൊടുക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുന്നു. നമുക്ക് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ കൈവിടാൻ ദൈവം ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ വേറെ എന്ത് ചെയ്ത് നമുക്ക് മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ളതിന് മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരേ ഒരു ഇതേ ഉള്ളൂ, തന്റെ മകനെ നൽകുക. പുത്രൻ എന്നത് പിതാവിന്റെ അതേ സത്തയാണ്. അതായത് ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം എന്നൊക്കെ വിശ്വാസ പ്രമാണത്തിലൂടെ മനസ്സിലാക്കുന്നത് പോലെ പുത്രൻ എന്നുള്ളത് പിതാവാണ്. അതായത് ദൈവത്തെ തന്നെ കൈവിട്ട് നമ്മളെ വീണ്ടെടുക്കുന്നു. എത്ര വലിയ സ്നേഹമല്ലേ! ഇത്രയും വലിയൊരു സ്നേഹം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാണ്. 1700-കളിൽ പ്ലേഗ് എന്നൊരു രോഗം യൂറോപ്പിലെങ്ങും വ്യാപരിച്ചു. ആ സമയത്ത് പ്ലേഗ് എന്ന് പറയുന്നത് ഭയങ്കര മരണനിരക്കുള്ള ഒരു രോഗമാണ്. ഏകദേശം 60,000 പേര് 7 മാസത്തിനിടയിൽ തന്നെ മരിച്ചു എന്നാണ്. മാർസെയിൽസ് എന്നൊരു സ്ഥലത്ത് മാത്രം അത്രയും പേര് മരിച്ചു എന്നാണ് കണക്ക്. ഇതിന് പ്രതിവിധിയൊന്നും ഇതുവരെ കിട്ടിയില്ല, മരുന്നില്ല. ഏകദേശം കോവിഡ് വന്നതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പ്ലേഗ് പകർച്ചവ്യാധിയാണ്. ഒരാൾക്ക് പ്ലേഗ് കിട്ടിയ അടുത്ത ആൾക്ക്, അയാളോട് സമ്പർക്കമുള്ള അടുത്ത ആൾക്ക് കിട്ടും. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ഒത്തുകൂടി ഇതിനൊരു പ്രതിവിധി വേണം, ട്രീറ്റ്മെന്റ് വേണം എന്നൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടായി. അപ്പോൾ അവർക്ക് ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ പ്ലേഗ് ബാധിച്ച് മരിച്ച ഒരാളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താണ് ഇതിനെപ്പറ്റി, രോഗത്തെപ്പറ്റി പഠിക്കുവാൻ ഇവർ തീരുമാനിച്ചു. പക്ഷെ ഇതാര് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം എടുത്ത് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്താൽ ചെയ്യുന്ന ആൾ മരണപ്പെടും. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ്, ഡോക്ടർ ഗയോൺ എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞു, ഞാൻ ചെയ്യാം, നാളെ രാവിലെ തന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ അന്ന് വൈകുന്നേരം പോയി അയാളുടെ മരണപത്രമൊക്കെ എഴുതുകയാണ്. കാരണം അടുത്ത ദിവസം മരിച്ചു പോകുമല്ലോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ തന്നെ അയാൾ ഒരു പ്ലേഗ് ബാധിച്ച ഒരാളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തു, തൻ്റെ നിഗമനങ്ങളൊക്കെ എഴുതി. അന്ന് വൈകുന്നേരത്തോടെ അയാൾ മരണപ്പെടുകയാണ്. ഇത് തന്നെയല്ലേ യേശുവിലൂടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ രക്ഷിച്ചുകൊണ്ട് തന്നെത്താൻ രക്ഷിക്കണമെന്ന് ഒരിക്കലും അയാൾ ചിന്തിച്ചില്ല. യേശു വേണമെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ തന്നെത്താൻ രക്ഷിക്കാതെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന ഒരു പരോപകാരം. എത്ര വലിയ സ്നേഹം! നാലാമതായി, പിതൃപുത്ര ബന്ധം എങ്ങനെയാവണമെന്ന് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. പുത്രൻ ഏലി ഏലി അല്ലെങ്കിൽ ഏലോഹി ഏലോഹി എന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ചുറ്റുകൂടി നിൽക്കുന്നവർ ഇത് ഏലിയാവിനെ വിളിക്കുന്നതാണ്. കാരണം ഏലിയാവിനെ ആ സമയത്ത് യഹൂദർ വിചാരിച്ചിരുന്നത് ഭക്തന്മാരുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന, നിരപരാധികളെ രക്ഷിക്കുന്ന ഒരു ആളാണെന്നാണ് യഹൂദർ ആ സമയത്ത് വിചാരിച്ചിരുന്നത്. അപ്പോൾ യേശു ഏലിയാവിനെ വിളിക്കുകയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ എൻ്റെ ദൈവമേ എന്ന് യേശു നിലവിളിക്കുമ്പോൾ പിതാവ് നിശബ്ദനാണ്, പിതാവ് കേൾക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ, നമ്മളൊരു കാര്യം പിതാവിനോട് പറയുമ്പോൾ പിതാവ് അതിന് റിപ്ലൈ ചെയ്യാതിരുന്ന അവിടെ ഒരു പ്രതിസന്ധി ഉടലെടുക്കും. പക്ഷേ പിതാവ് ഉത്തരം നൽകാത്ത ആ ചോദ്യത്തിന് മുൻപിൽ യേശു കീഴടങ്ങിയിരിക്കുന്നതായി കാണാം. പിതാവിന് വിനയപ്പെടുന്ന ഒരു പുത്രനെ അവിടെ കാണാം. ജീവിതത്തിൽ ഉടനീളം പിതാവിന് വിനയപ്പെട്ട് നിൽക്കുന്ന ഒരു പുത്രൻ. യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാത്ത ദൈവത്തിനെ പകയ്ക്കുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്യുന്നതിന് പകരം പിതാവിന്റെ ഈംഗിതത്തിന് വഴങ്ങി അതിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു പുത്രൻ. പിതാക്കന്മാരെ അനുസരിക്കുന്ന പുത്രന്മാരെ നമുക്ക് വേണം. പക്ഷെ ഇതിനുള്ള ഉത്തരം 2 ദിവസം കഴിഞ്ഞ് യേശുവിന് ലഭിക്കുന്നുണ്ട്. 3-ാം ദിവസം പുത്രനെ മഹത്വപ്പെടുത്തി തന്റെ വലതു ഭാഗത്ത് ഇരുത്തുന്ന ഒരു ദൈവത്തെ, ഒരു അപ്പനെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അപ്പൻ എങ്ങനെയാവണം, ഒരു മകൻ എങ്ങനെയാവണം എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. കരിമ്പ് കൃഷിയെ പറ്റി പലർക്കും അറിയാം. അതിൽ നമ്മൾ ഒരു സെറ്റ് കരിമ്പ് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളതിനെ തീയിടും. അപ്പോൾ ഇതിനെ അറിയാത്തവർ വിചാരിക്കും എന്തിനാ തീയിടുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഈ തീയിട്ട് ഇത് മൊത്തം കരിഞ്ഞ് ചാമ്പലായിട്ട് അതിലെ ഉണങ്ങി നിൽക്കുന്നതിൽ നിന്ന് പുതിയ നാമ്പുകൾ പുറപ്പെട്ടു വരും. അതുപോലെയാണ്
നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നടിഞ്ഞു പോയി കഴിയുമ്പോൾ അവിടെ നിന്ന് ദൈവത്തിൽ നിന്ന് വിശ്വാസം വരുമ്പോൾ പുതിയൊരു ജീവൻ നമുക്ക് കിട്ടും. അഞ്ചാമതായി ഈ മൊഴി ഒരു മുന്നറിയിപ്പാണ്. ദൈവപുത്രൻ താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഇത്രയും സഹിച്ചെങ്കിൽ നമ്മളും എന്തായാലും ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കാണുമ്പോൾ പറയുന്നുണ്ട്. അഹരോ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാടിനെ, ഊനമില്ലാത്ത ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാടിനെ ജനങ്ങളുടെ മൊത്തം പാപത്തെയും ആ കുഞ്ഞാടിന്റെ മേൽ കൈവച്ച് അതിന്മേലാക്കിയിട്ട് കുഞ്ഞാടിനെ പാളയത്തിന് പുറത്ത് മരുഭൂമിയിലേക്ക് തള്ളിക്കളയുന്നതായി കാണാം. തള്ളിക്കളയപ്പെട്ട ഒരു കുഞ്ഞാട് യേശുദാ ക്രൂശിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുവരെ കൂടെ ഉണ്ടായിരുന്നവർ, ശിഷ്യന്മാർ എല്ലാവരാലും ജനങ്ങളാലും യേശു പോഷിപ്പിച്ച ജനങ്ങളുണ്ട്, യേശു സൗഖ്യമാക്കിയ രോഗികളുണ്ട്, എല്ലാവരും തള്ളപ്പെട്ട് അവസാനം ദൈവം പോലും ഒരു നിമിഷം കണ്ണടയ്ക്കുന്ന രീതിയിൽ ദൈവത്തിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട് ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി ഒറ്റപ്പെട്ട് ആ കുഞ്ഞാട് ക്രൂശിൽ കിടക്കുകയാണ്. അവിടെ എൻ്റെ ദൈവമേ, എൻ്റെ സ്വന്തം ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ള വിളി, പ്രതിസന്ധിയുടെ മധ്യത്തിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ ഓരോരുത്തർക്കും കഴിയുന്നുണ്ട്. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു വെക്കണം. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കണം. വേദനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർക്കണം, തൃത്വത്തിൽ ഒരാൾ ഈ ഭീകരമായ വഴിയിലൂടെ, ഇതിലും ഭീകരമായ വഴിയിലൂടെ കടന്നു പോയത്, ക്രൂശിലൂടെ നമ്മെ നിത്യജീവന അവകാശമാക്കി എന്ന ബോധ്യവും ഈ ചിന്തകളിലൂടെ ഉണ്ടാവണം. ഈ പുണ്യം കിട്ടിയ ജന്മം കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് വിശുദ്ധ വാരത്തിൽ ഓരോരുത്തരും ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. കുറ്റകൃത്യങ്ങൾ ചെയ്തവരെയാണ് യഹൂദന്മാർ ക്രൂശിലേറ്റിയിരുന്നത്. എന്നാൽ യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ ക്രൂശ് രക്ഷയുടെ അനുഭവമായി മാറിയിരിക്കുന്നു. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ 7 മൊഴികൾ സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും പ്രതീകമാണ്. ക്രൂശിൽ കിടന്ന് യേശു പറഞ്ഞ 5ാമത്തെ മൊഴിയാണ് ഞാൻ ഇവിടെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. 5ാമത്തെ മൊഴി എന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നതാണ്. സകലവും തികഞ്ഞിട്ട് എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എന്നിവിടെ എടുത്തു പറയുന്നുണ്ട്. ഏത് തിരുവഴുത്താണ് ഇവിടെ നിവൃത്തിയായിരിക്കുന്നത്? പഴയ പുസ്തകങ്ങളിൽ നാം നോക്കിയാൽ സങ്കീർത്തനങ്ങൾ 69-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ ചെറുക്ക കുടിപ്പാൻ തന്നു. യേശുവിനെ ദാഹിക്കണം എന്നുള്ളതും ദാഹത്തിന് കുളിച്ച വീഞ്ഞ് കൊടുക്കണം എന്നുള്ളതും തിരുവഴുത്തിൽ നേരത്തെ എഴുതപ്പെട്ട കാര്യമാണ്. ആ തിരുവഴുത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു എനിക്ക് ദാഹിക്കുന്നു എന്ന് ഇവിടെ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ എന്ന് നാം പറയുന്നു. എങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രനെ ദാഹിക്കുന്നത്? ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സദൃശ്യത്തിലാക്കി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവായ ക്രിസ്തുവേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യനായിരിക്കെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ സാഹചര്യത്തിലും കൂടെ യേശു കർത്താവ് കടന്നുപോയിരുന്നു.
ഒരു മനുഷ്യന് കേവലം വെറും 30 ദിവസം മാത്രമാണ് ഭക്ഷണം കൂടാതെ ജീവിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ വെറും 3 ദിവസം മാത്രമാണ് വെള്ളം കൂടാതെ ജീവിക്കുവാൻ കഴിയുന്നത്. 30 ദിവസം ആഹാരമില്ലെങ്കിലും നമുക്ക് വെള്ളം കുടിച്ച് ജീവിക്കാം. എന്നാൽ ഒരു മനുഷ്യന് വെള്ളം കൂടാതെ വെറും 3 ദിവസത്തിനപ്പുറം ജീവിക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന് ദാഹം ഉണ്ടായത് സ്വാഭാവികമാണ്. പുറപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ജനതയെ യഹോവയായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വീണ്ടെടുത്ത് കൊണ്ടുവരുന്നുണ്ടോ? പുറപ്പാട് 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ ജനത്തിന് അവിടെ വെച്ച് നന്നായി ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെന്ന് പറഞ്ഞു. മിസ്രൈമിൻ കീഴിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തു കൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയെ യഹോവയ്ക്കായി വീണ്ടെടുത്ത് കൊണ്ടുവന്നിരുന്ന മോശ വെള്ളം കുടിപ്പാൻ കൊടുത്തില്ല എന്ന സാഹചര്യത്തിൽ പിറുപിറുക്കുന്ന ഇസ്രായേൽ മക്കളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വെള്ളം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. ശമരിയ സ്ത്രീ കർത്താവായ യേശുവിന് വെള്ളം കൊടുക്കുന്ന ആ ഒരു രംഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ അതിന്റെ ഒടുവിലത്തെ ഭാഗങ്ങളിൽ ഇനി ഒരിക്കലും ദാഹിക്കാത്ത വണ്ണം ജീവന്റെ ജലം നൽകും എന്ന് വാഗ്ദാനം ചെയ്യുന്ന യേശു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. വെള്ളം എന്നത് നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ജീവജലം എന്നത് നമ്മുടെ ആത്മാവിനെ നിലനിർത്തുന്ന ഒന്നാണ്. ദാഹിക്കുന്ന കർത്താവിനെ ഇവിടെ ഭടന്മാർ അല്ലെങ്കിൽ പടയാളികൾ കൊടുത്തത് പുളിച്ച വീഞ്ഞാണ്. പുളിച്ച വീഞ്ഞിന് ഇംഗ്ലീഷിൽ പോസ്ക എന്നാണ് പറയുന്നത്. എന്താണ് പുളിച്ച വീഞ്ഞിന്റെ പ്രത്യേകത? ശരീരം മൊത്തം ചാട്ടവാർ അടിയേറ്റ് തലയിൽ മുൾമുടി ചൂടിക്കിടക്കുന്ന കർത്താവിന് ആ വേദന തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുളിച്ച വീഞ്ഞ് കൊടുക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പുളിച്ച വീഞ്ഞിന്റെ പ്രത്യേകത എന്നത് പുളിച്ച വീഞ്ഞിന് ലഹരിയില്ല. അത് വേദന തോന്നിക്കാതിരിക്കാനുള്ള മരുന്നല്ല. പക്ഷേ നമ്മുടെ ദാഹത്തിന് ശമനമാകുന്നു പുളിച്ച വീഞ്ഞ്. യഹൂദന്മാർ ദാഹശമനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് പുളിച്ച വീഞ്ഞ്. അത് ലഹരിക്ക് അടിമപ്പെടുകയല്ല, പക്ഷേ ദാഹത്തിന് ശമനം കിട്ടുകയും ഒരുപാട് നേരം വെള്ളം കൂടാതെ നമുക്ക് ജോലികളൊക്കെ ചെയ്യുവാനും സാധിക്കുന്നു. ആ പുളിച്ച വീഞ്ഞാണ് യേശുവിന് അവർ കൊടുത്തത്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ കടന്നു വരുമ്പോൾ മത്തായി 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. യേശുവിന്റെ 5-ാമത്തെ മൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെ യേശുവിന്റെ ദാസരൂപത്തിൽ യേശുവിന്റെ മനുഷ്യനായുള്ള അവതരണത്തെയും അതുപോലെ തന്നെ തിരുവെഴുത്തുകളിലൂടെ നിവർത്തിയെയും നാം കാണുമ്പോൾ നാം എന്തിനു വേണ്ടിയിട്ടാണ് ദാഹിക്കേണ്ടത്, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് വിശക്കേണ്ടത് എന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നു. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമ്മുടെ ദാഹം നീതിക്ക് വേണ്ടി ആകണം എന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ദാഹം നീതിക്ക് വേണ്ടി കർത്താവിന്റെ പാതയിൽ പിന്തുടരുവാൻ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും വേണം. ദൈവം നമ്മെ ഓരോരുത്തരും അതിനുവേണ്ടി സഹായിക്കുമാറാകട്ടെ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോക്ഷ്യത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യജീവനും ആകുന്നു. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ. സമവീക്ഷണ സുവിശേഷങ്ങളായ മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങൾ എഴുതാത്ത നിവൃത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന മൊഴി എന്തുകൊണ്ടാണ് യോഹന്നാൻ മാത്രം എഴുതിയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്നു ക്രൂശീകരണ സമയത്ത് മറ്റു ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മാറിപ്പോയ സമയത്തും യേശുവിന് അരികിൽ നിന്ന യോഹന്നാൻ മാത്രം കേൾക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു അവസാനമായി 6-ാമതായി പറഞ്ഞ
മൊഴിയാണ് നിവൃത്തിയായി. യോഹന്നാൻ 19:30 രേഖപ്പെടുത്തിയിരുന്ന നിവൃത്തിയായി. ക്രൂശിലെ ഓരോ മൊഴികളും ഓരോരുത്തരോടും പറഞ്ഞപ്പോൾ ഈ മൊഴി സകല ലോകത്തോടും കൂടെയാണ് വിളിച്ചു പറഞ്ഞത്. യേശുവിനോട് ചേർന്ന് നിന്ന യോഹന്നാൻ മാത്രമേ ഇത് കേട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ ചിന്ത. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ യേശു പറയുന്നത് കേൾക്കുവാനും അത് ലോകത്തോട് വിളിച്ചു പറയുവാനും ആകുവാൻ സാധിക്കുള്ളൂ. എന്താണ് നിവൃത്തിയാകുന്നത്? എന്തൊക്കെ നിവൃത്തിയായി? എന്തൊക്കെ നിവൃത്തിയാകണം? പ്രവചനങ്ങളുടെ നിവൃത്തി, ആദാമ്യ പാപത്തിൽ നിന്ന് മോചനം, മുഴു ലോകത്തിൻ്റെയും പാപത്തിൻ്റെ മോചനം, ന്യായപ്രമാണം പൂർത്തിയായി, ആ പുതിയ നിയമം സ്ഥാപിക്കും, ഏറ്റവും മഹത്വമായി നിത്യജീവൻ നമ്മിൽ അവകാശിയാക്കി, നിത്യജീവനിൽ നമ്മെ അവകാശിയാക്കി. യോഹന്നാൻ 3:16 പറഞ്ഞു, തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചത് മൂലമാണ് യേശുവിനെ നൽകുകയത്. അപ്പൊ നിത്യജീവൻ നമുക്ക് നൽകുവാനായിട്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിന്റെ ജീവകാലത്തോളം ജനം മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ന്യായപ്രമാണം 365 ദിവസവും ചെയ്യണം എന്ന പ്രമാണവും 248 ചെയ്യരുത് എന്ന് 613 കൽപ്പനകളുടെ ബഹുത്വത്താൽ ജനം മുഴുവനും ഭാരത്തിലായിരുന്നു. കാര്യം, ഇവയിൽ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാ കൽപ്പനയിൽ നിന്നും അവർ ലംഘനമായി. ആ കൽപ്പനയിൽ ഒരു കൽപ്പന വീണുപോയാൽ എല്ലാ കൽപ്പനയും ലംഘനമാകുന്നത് മൂലം അവർ അപ്പോൾ തന്നെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വരും. പ്രായശ്ചിത്തം മൃഗബലിയാണ്. ജനമെല്ലാം ഭയത്തിന് കീഴായിരുന്നു. അപ്പോഴാണ് യാക്കോബ് ലേഖനൻ പറയുന്ന വചനം നമുക്ക് ശ്രദ്ധിക്കുന്നത്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഈ അവസരത്തിലാണ് വെളിപ്പാട് 5:9 നമ്മൾ ഓർക്കേണ്ടത്. യേശുവിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി. അവിടെ രക്തം കൊണ്ടുള്ള വിലക്കി വാങ്ങൽ ദൈവിക പൂർത്തീകരണമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 അവിടെ വാഴ്ചകളെയും അധികാരത്തെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പറയുന്നത്. യഹൂദന്മാരും മറ്റുള്ളവരെല്ലാം യേശുവിനെ കൊന്നു, ക്രൂശി തറച്ചു, ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗാഥ മലയിലെത്തി ക്രൂശി തറച്ചു, അവനെ പരിഹസിച്ചിരിക്കുന്ന സമയത്ത് യേശു അവിടെ ജയോത്സവം കൊണ്ടാടി എന്നാണ് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നാം മരണ ദുഃഖത്തിൽ, ഭയത്തിൽ, ഭയങ്കരമായി വേദനയിലായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ യേശു അവിടെ ജയോത്സവം കൊണ്ടാടി എന്ന് പറയാം. യെഹെസ്കേൽ പ്രവാചകന്റെ പ്രവചനമാണ് അവിടെ നിവൃത്തിയാവുന്നത്. കല്ലായുള്ള ഹൃദയം നീക്കി മാംസമായ ഹൃദയം നിങ്ങൾക്ക് തരും. കല്ലിൽ കൊത്തിയ മോശയുടെ ന്യായപ്രമാണം ക്രൂശിൽ വെച്ച് തച്ചുടച്ച് അപ്പന്റെ ഹൃദയം ജനത്തിന് നൽകുന്ന ഏറ്റവും മഹത്വമായ ശുശ്രൂഷയാണ് ക്രൂശിൽ അവിടെ നടക്കുന്നത്. യോഹന്നാൻ 4:34 പറയുന്നു, തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് യേശുവിന്റെ ദൗത്യം. തന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് യേശുവിന്റെ ദൗത്യം. ആ ദൗത്യമാണ് ക്രൂശിൽ പൂർത്തീകരിച്ചത്. ദൈവത്തിന്റെ അനാദിനിർണയ പദ്ധതിയായിരുന്നു ദൈവം തൻ്റെ മക്കളോടുകൂടെ വസിക്കണം എന്ന്. അത് ക്രൂശിലൂടെ സാധ്യമാക്കിയത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാമ്പിളായി നോക്കുകയാണെങ്കിൽ ഈ ബോട്ടിൽ ദൈവമായി കരുതുക, ഇത് പുത്രനായി കരുതുക, ദൈവത്തിന്റെ ഉള്ളിൽ പുത്രൻ, ഇത് നാം ഓരോരുത്തരും. ഇപ്രകാരം ഇതിനെ ഈ അടച്ചിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിനകത്ത് പുത്രൻ, പുത്രനകത്ത് നാം ഓരോരുത്തരും. ഈ നമ്മുടെ ആത്മാവിനെ വളരെ പരിപാലനമായി ദൈവസന്നിധിയിൽ ഇപ്രകാരം ഏൽപ്പിക്കുകയാണെങ്കിൽ ഇതിനാണ് ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് യാഗമായി. ഈ ദയാണ് മക്കളോട് വസിക്കുവാൻ ദൈവത്തിന്റെ അനാദിയായിട്ടുള്ള പദ്ധതിയാണ് ദൈവത്തിന് തൻ്റെ മക്കളോടുകൂടെ വസിക്കുന്നത്. കാരണം ആദാമിൽ നിന്ന് വീണുപോയ ജനത്തെ തന്നോടുകൂടെ നിരപ്പിക്കുവാനും തന്നോടുകൂടെ വസിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ച ലക്ഷ്യം യേശുവിന് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമന്ന് രക്തം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും വിലക്കി വച്ചു നിത്യജീവന് നമ്മെ അവകാശിയാക്കി തീർന്നു. ആദാമ്യ പാപത്തിൽ നിന്ന് മോചനം നൽകി പുതിയ നിയമം അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഈ പൂർത്തീകരണത്തിൽ ജീവിക്കാൻ ആർത്തിയില്ലാതെ, അവരുടെ നന്മയെ അപകരിക്കാതെ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാതെ, ഇസബേലും ആഹാറുമാകാതെ ഈ ക്രൂശിന്റെ നന്മയെ പകർന്നുകൊണ്ട് നിത്യജീവനിൽ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.
സാരോപദേശ കഥകളിൽ നിന്ന്. ഒരു വിറക് വെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം വനത്തിൽ വിറക് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് വിറക് ശേഖരിക്കാൻ വേണ്ടി ഇന്ന് പോയത് അല്പം ഉൾക്കാട്ടിലേക്കാണ്. ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ ഒരു സ്വാമിജി മരത്തണലിരിപ്പുണ്ട്. അപ്പോൾ സ്വാമിജി ഇദ്ദേഹത്തോട് ചോദിച്ചു, മരം വെട്ടുകാരനോട്, നിനക്ക് ഇപ്പോൾ ജീവിക്കുന്നതിലും അല്പം മെച്ചമായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടോ? ആരാണ് മറുപടി പറയാത്തത്? അതെ, എനിക്കങ്ങനെ മെച്ചമായിട്ട് ജീവിക്കണം. അങ്ങനെയെങ്കിൽ ആ കാണുന്ന മരത്തിൻ്റെ ചുവടൊന്ന് കിളയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം പോയി ആ മരത്തിൻ്റെ ചുവട് കിളച്ചപ്പോൾ കുറെ ഇരുമ്പ് കഷ്ണങ്ങൾ കിട്ടി. വീട്ടിലേക്ക് കൊണ്ടുപോയി വിറ്റു. തൽക്കാലമുള്ള കൊടിയ ദാരിദ്ര്യത്തിന് ശമനമായി. കുറേ ദിവസം ജോലിക്കൊന്നും പോകാതെ നന്നായിട്ട് കഴിയാൻ പറ്റി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കടം വന്നു. വിറക് വെട്ടാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. വീണ്ടും സ്വാമിജിയുടെ അടുത്തേക്ക് എത്തി. ഘോരവനത്തിൽ പഴയ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഇപ്പോൾ ആയിരിക്കുന്നതിലും മെച്ചപ്പെട്ട് നിനക്ക് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ തൊട്ടിപ്പുറത്ത് കാണുന്നില്ല, ആ മരത്തിനൊന്ന് അതിൻ്റെ ചുവട് കളയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കുറേ വെള്ളി കഷ്ണങ്ങളാണ് കിട്ടിയത്, വെള്ളിക്കെട്ടികൾ. അദ്ദേഹം വീട്ടിലേക്ക് പോയി വിറ്റു. ഇത്തവണ കുറേ അധികം കാശ് കിട്ടി. വീടൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ പറ്റി. കുറേ അധികം മെച്ചപ്പെട്ട ആയിരുന്ന അനുഭവത്തിൽ നിന്ന് കുറേ മെച്ചപ്പെട്ടു. കുറേ ദിവസം കഴിഞ്ഞപ്പം വീണ്ടും കയ്യിലുള്ള കാശൊക്കെ തീർന്നപ്പം വീണ്ടും അതുപോലെ ആവർത്തിക്കപ്പെട്ടു. വനത്തിലേക്ക് വന്നു. ഇപ്പോഴും മഴയും വെയിലും ഒക്കെ കൊണ്ട് സ്വാമിജി ആ ഘോരവനത്തിൽ തന്നെ ഉണ്ട്. ഇനിയും മെച്ചപ്പെട്ട ജീവിതം വേണോ? ചോദ്യം ആവർത്തിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ മറ്റൊരു മരം ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ ചുവടൊന്ന് കളയ്ക്കാൻ പറഞ്ഞു. ഇത്തവണ കിട്ടിയത് സ്വർണ്ണക്കെട്ടികളായിരുന്നു. വീട്ടിലേക്ക് പോയി നല്ല മെച്ചപ്പെട്ട തുക തന്നെ കിട്ടി. ഇനി മരം വെട്ടാൻ വേണ്ടിയിട്ട് കാട് കയറേണ്ടതില്ല. അത്രയധികം ധനം കിട്ടി. ചക്രവർത്തിയെ കണക്ക് നല്ല ക്ഷേമമായിട്ട് ജീവിക്കുന്ന അനുഭവം. കുറേ ദിവസം കഴിഞ്ഞപ്പം പണത്തിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും ഒരിക്കൽ കൂടെ പോയാലോ? വീണ്ടും സ്വാമിജിയുടെ അടുക്കലേക്ക് എത്തി. ചോദ്യം ആവർത്തിക്കപ്പെട്ടു. മറുപടി. സ്വാമിജി പറഞ്ഞു, ഇരുന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എണീറ്റ് മാറിയിട്ട് ഈ മരം ഒന്ന് കളച്ചു. അപ്പോഴും കളച്ചപ്പോൾ കിട്ടിയത് കുറേ അധികം രത്നങ്ങളാണ്. ഇദ്ദേഹം ഇതുമായിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അദ്ദേഹത്തെ മതിച്ച ചിന്ത, ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ ഇത്രയധികം വിലയേറിയ ലോഹങ്ങളും രത്നങ്ങളും ഒക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടും ആ മനുഷ്യൻ എന്തേ ഇതൊന്നും എടുക്കാതെ വെയിലും മഴയും കൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിലായിരിക്കുന്നു? വീട് വിട്ടിറങ്ങിയെന്നാണ് കഥയുടെ അവസാനം. വീട് വിടേണ്ടി വരുന്ന അനുഭവം. മണ്ണവരായ നമ്മൾ എഫേസർ 3:10 രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെല്ലാം സ്വർഗീയ പൗരന്മാരത്രേ. സ്വർഗത്തിൽ പൗരത്വമുള്ള നമ്മൾ, ഭൂമിയിൽ സ്വർഗത്തിന്റെ കൾച്ചറാവാൻ വേണ്ടിയിട്ട് വന്ന നമ്മൾ എന്തിനാണ് അയച്ചത് എന്നുള്ള പർപ്പസിൽ നിന്ന് മാറി ജീവിക്കുന്ന അനുഭവം. തിയോളജിയന്മാർ പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് താൻ എന്തിനാണ് വന്നതെന്ന് പർപ്പസ് തിരിച്ചറിയാതെ ജീവിക്കുന്ന അനുഭവം. ഇവിടെ ഇന്ന് 7ാമത്തെ മൊഴി നമ്മൾ ചിന്തിക്കുന്നു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. 7ാമത്തെ മൊഴിയാണ്. സാധാരണ യഹൂദന്മാരുടെ ഇടയിലൊരു സംഭവമുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ ബൈബിളിൽ ആദ്യം അത് രേഖപ്പെടുത്തിയിരിക്കുന്ന പോർഷനിൽ ഏതാണ് വിവക്ഷിക്കുന്നതെന്ന് നോക്കും. അപ്പോൾ 7 എന്നുള്ളത് നമുക്കറിയാം, ഉൽപ്പത്തി 2:2 നമുക്ക് കാണാനായിട്ട് കഴിയും. 6 ദിവസവും എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം 7ാം നാള് അപ്പൻ വിശ്രമിച്ച ദിവസമാണ്. എല്ലാ ജോലിയും ഫുൾഫിൽ ചെയ്തിട്ട് വിശ്രമിച്ചത്. അപ്പൊ 7ാമത്തെ മൊഴിക്കും ആ ഒരു അർത്ഥം യഹൂദൻ കാണും. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. മൊഴിയിലെ 1ാമത്തെ മൊഴിയും പിതാവെ എന്ന് അപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ്. അവസാനത്തെ മൊഴിയും അപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെ ആ മൊഴി പൂർത്തിയാവുന്നത്. ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി സ്വർഗത്തിന്റെ വലിയൊരു പദ്ധതിയായിരുന്നു. ക്രിസ്തു ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകരൊക്കെ പ്രവചിച്ചതാണ്. പുത്രൻ എനിക്ക് വേണ്ടി പോകും. എൻ്റെ മക്കള്, അതായത് ആദാമിയ കുലത്തിന്റെ തെറ്റുമുഖാന്തരം പർപ്പസിൽ നിന്ന് മരണം വാണ മനുഷ്യനെ ദൈവത്തിന്റെ പർപ്പസിലേക്ക്, ജീവനിലേക്ക്, നിത്യജീവനിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 33 വർഷം, വെറും 33 വർഷം കൊണ്ട്. മുൻ ബിഷപ്പായിരുന്ന സാമുവൽ അമൃതം പറയുന്ന ഒരു വാക്കുണ്ട്,
ഞാൻ സേവിച്ച് ആരാധിക്കുന്നത് 33-ാമത്തെ വയസ്സിൽ ദുർമരണപ്പെട്ട യഹൂദ ആശാരിയാണ്. വെറും 33 വയസ്സ്. ലോകം കാണുമ്പോൾ ഇടയ്ക്ക് വെച്ച് പെട്ടുപോയി. പക്ഷേ അവനെ എന്തിനാണ് അയച്ചത്, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്ത് സമൃദ്ധിയോടുകൂടെ ജീവനിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് വാഴുന്നത്. ഒന്നുകൂടെ ഓർക്കണം, വെറും 6 മണിക്കൂർ ഈ കുരിശിൽ കഴിഞ്ഞു. ഇപ്പൊ കൂടെ കഴിയുമ്പോൾ 2000 വർഷത്തിലധികമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന പുത്രനെ നമുക്ക് കാണാനായിട്ട് കഴിയും. പർപ്പസ് തിരിച്ചറിഞ്ഞ മകൻ. നമ്മൾ വീണ്ടും ഒരു വിശുദ്ധ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടി വന്ന് ഈ വചന ധ്യാനങ്ങളൊക്കെ കേട്ടു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരെ യേശു പിടിച്ച് ഇന്നതൊക്കെ ചെയ്തു, എല്ലാം കേട്ടു. വീണ്ടും ഒരു കുരിശിലെ വളരെ ദുഃഖവെള്ളിയാഴ്ച ആചരിച്ചു. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മോട് പറയാനുണ്ട്? നമ്മുടെ ജീവിതങ്ങൾ ഈ വചന കേൾവിക്ക് ശേഷം എത്രത്തോളം കുലീനമാകും? റോമർ 5:14 ഇപ്രകാരമുണ്ട്: എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിലും ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. നമുക്കത് അറിയാം. ഈ ആദാമകുലം ആ ജനസിലാണല്ലോ നമ്മൾ. ആദം തെറ്റ് ചെയ്തു, നമ്മളെന്ത് പാപം ചെയ്തു? പിന്നെ എങ്ങനെ നമ്മൾ പാപിയായി എന്നൊക്കെ ജനനം കൊണ്ട് പാപിയായി എന്നറിയാം. നമുക്കൊക്കെ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. ആ DNA പാപം, മരണത്താൽ വീണുപോയ പാപം മോശയുടെ കാലം വരെ ഭൂമിയിലുണ്ടായിരുന്നു. ഈ മനുഷ്യരെ എല്ലാവരെയും രക്തത്താൽ മോചനം നൽകി മാനവരെ വിണ്ണവരാക്കുന്ന വലിയൊരു പദ്ധതി പുത്രനിലൂടെ വെളിവാക്കപ്പെടുന്ന പുസ്തകത്തിൽ ഇങ്ങനെയല്ലേ ക്രിസ്തു തന്നെ കേൾക്കാൻ വന്നവരോട് പറഞ്ഞത്? ചെവിയിൽ മന്ത്രിക്കുന്നത് പുരപ്പുറത്ത് ഘോഷിക്കപ്പെടുന്നു. അല്പം മുമ്പുള്ള പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ലേ, കുരിശിന്റെ അവിടെ നിന്നിട്ട് ഞരക്കം പോലെ പറഞ്ഞത് തൊട്ടടുത്ത് നിന്നിട്ട് ശിഷ്യന്മാർ മാത്രം കേട്ടത്. ഇന്ന് 2000 വർഷത്തിന്റെ ഇപ്പുറവും ഇത്രയധികം ആലയങ്ങളിൽ ഇത്രയധികം, ഒരുപക്ഷെ ഭൂമിയിൽ ഞാൻ അല്പം മുമ്പ് നോക്കുകയായിരുന്നു, 810 കോടി പേര് ഇപ്പൊ വാഴ്വിലുണ്ട്. 300 കോടിയോളം ക്രിസ്ത്യാനികളാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഈ വചനങ്ങൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസം ചെവിപ്പുറത്ത് ചെറുതായിട്ട് മന്ത്രിച്ചത് പുരപ്പുറത്ത് ഘോഷിക്കപ്പെടുന്നു. ഈ 2000 വർഷത്തിനും ഇപ്പുറം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വെച്ചേച്ചു പോയത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തേണ്ടതല്ലേ പ്രിയരെ? പണ്ട് സക്കായി എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ അല്പസമയം ഒന്ന് ക്രിസ്തു പാർത്തതേ ഉള്ളൂ. അവന് രൂപാന്തരം വന്നു. വല്ലതും ചതിവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മടക്കി കൊടുക്കുക. വീട്ടിൽ ഒരു ദിവസം പാർത്തവൻ ഇങ്ങനെ മാറിയെങ്കിൽ, മഹത്വത്തിന്റെ പ്രത്യാശയുള്ള ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾക്ക് മനോഹരമായിട്ടുള്ള ഒരു ആരാധന ക്രമമുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ആ വാക്യത്തിൽ ഇപ്രകാരമാണ്: നിങ്ങൾ പിതാവിൽ ക്രിസ്തുയേശുവിൽ തന്നെയാകുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. നമ്മൾ അന്യരൊന്നുമല്ല, അപ്പൻ്റെ ഉള്ളിൽ തന്നെയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ ഉള്ളിൽ അപ്പം വസിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ ദിവസം വസിച്ച സക്കായി അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വന്നെങ്കിൽ നമ്മളിൽ എത്രയധികം പ്രിയരെ, എത്രയധികം നമ്മൾ ജീവനിൽ വാഴണം. സാധാരണ മനുഷ്യരെല്ലാം അനശ്വരതയെ പുൽകാൻ വെമ്പുന്ന മനുഷ്യരാണ്. കാരണം നമുക്കറിയാം, ഈ ഈജിപ്തിലേക്ക് മമ്മിയുടെയൊക്കെ സംഭവം അറിയാലോ. ഏറിയ 80 അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് മരിച്ചു പോകുന്ന മനുഷ്യൻ അനശ്വരതയിലേക്ക് പോകണമെന്നുള്ള അവൻ്റെ ആഗ്രഹമാണ്. പുസ്തകം എങ്ങനെയാണ് പറയുന്നത്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. ഈ ഭൂമിയിലെ ഒരുപക്ഷെ നമ്മൾ കുറേ ദിവസമൊക്കെ കഴിയുമ്പം അങ്ങ് പട്ടുപോയേക്കാം. ഇവിടെ മിഴി പൂട്ടിയാൽ, പാട്ടുകാരൻ പറയും പോലെ, ഇവിടെ മിഴിയൊന്ന് പൂട്ടിയാൽ അടുത്ത നിമിഷം നമ്മൾ കണ്ണു തുറക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡ്. ജീവിതം എത്ര കുലീനമാവണം പ്രിയരെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ഓർക്കണം, പുസ്തകത്തിൽ ഇപ്രകാരമുണ്ട്. ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണ്: പകൽ മേഘമായും രാത്രി അഗ്നിയായും കൂടെ ഉണ്ടാകിയിരിക്കുന്ന ദൈവം. ഈ സാധാരണ കൊടിയ മണൽക്കാറ്റിന്റെ അനുഭവത്തിൽ, ഇപ്പോൾ ആ മണൽക്കാറ്റിന്റെ അനുഭവത്തിന്റെ ഒരു സിനിമ ഇന്നലെ റിലീസ് ചെയ്തു. ഈ ഗൾഫ് മേഖലകളിലെ കൊടിയ മണൽക്കാറ്റിലെ ചൂടിന്റെയൊക്കെ പ്രമേയമാക്കിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആടുജീവിതം. അത് കണ്ട ഒരു സുഹൃത്ത് AC ഹാളിൽ നിന്നാണ് കണ്ടത്. എങ്കിലും അവൻ പറഞ്ഞ് ഇന്റർവെല്ലായപ്പം തൊണ്ട വരണ്ടുപോയി. കാരണം ആ മണൽക്കാറ്റിന്റെ ഊർഷരതയും വന്യതയും ഒക്കെ കണ്ടപ്പം കണ്ടുകൊണ്ടിരുന്നവനെ സഹിക്കാൻ പറ്റില്ല.
ദൈവത്തിൻ്റെ സ്വന്തം ജനം ഒരിക്കൽ മാറായിലെത്തും. പകൽ മേഘമായിട്ട് കൂടെ ഉണ്ടാവുന്ന ആ തണലിൻ്റെ കൂടെ അവന് പോകാൻ പറ്റൂ. കാരണം തൊട്ടപ്പുറത്ത് ഈ തണൽ മാറിപ്പോയി കഴിഞ്ഞാൽ ചുട്ടുകൊള്ളുന്നവയല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ അവനെ മാറയുടെ അനുഭവത്തിൽ എത്തിച്ചതാരാണ്? ഈ പകലെ മേഘസ്തംഭം. എൻ്റെ ജീവിതത്തിൽ ചിലപ്പം ചില ദശാസന്ധികളൊക്കെ വന്നിരിക്കും. പൊന്നാക്കുവാനായിട്ട് അതിനെയും റോമർ 8:28 പറയുന്നത് പോലെ നിർണയപ്രകാരം വിളിച്ചിട്ടുള്ളവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ കഴിയുന്ന ദൈവം. അപ്പൻ്റെ വലിയ മുൻനിർണയത്തിന് സമർപ്പിച്ചു കൊടുത്ത ഒരു മനുഷ്യൻ 200 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ക്രിസ്തു സഞ്ചരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് പൗലോസ് ലേഖനത്തിൽ എഴുതി, ലോകത്ത് മനുഷ്യരുള്ള എല്ലായിടവും സുവിശേഷം ഞാൻ അറിയിച്ചു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ലോകത്തിന്റെ എമ്പാടും കടുകുമണിയെ പോലെ സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞതുപോലെ എക്സ്പാൻഷൻ ആകുന്ന കുഞ്ഞായിട്ട് മന്ത്രിച്ച വാക്യങ്ങൾ പോലും ലോകമെമ്പാടും ആകുന്ന അനുഭവം, ജീവനും അക്ഷയതയും തരുന്ന, നിത്യജീവന്റെ വിളയാട്ടം തരുന്ന, നിത്യതയിലേക്ക് അമർത്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന വചനമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായി 22-ാം അധ്യായത്തിന്റെ 2 മുതൽ 14 വരെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. സ്വർഗരാജ്യം പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച രാജാവിനോട് സദൃശം. യഹൂദന്മാരെ കുറിച്ചിട്ടാണ് അവിടെ പറയുക. പുത്രന്റെ കല്യാണ സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിച്ചപ്പോൾ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഉടയവൻ എന്ത് ചെയ്തെന്ന് പറയാം? ഇവരെല്ലാം നശിപ്പിച്ച് AD 70 യെരുശലേമിന്റെ പതനമാണ് അവിടെ പറയുന്നത്. വഴിയിൽ കണ്ടവരെല്ലാം വിളിച്ചു ചേർത്ത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ പന്തിക്കിരുത്തി ജാതികളെ തിരഞ്ഞ് തന്റെ രക്ഷകരണ്യ പദ്ധതിയുടെ ഭാഗമാക്കിയ ഒരു ദൈവം. പണ്ട് വല്യപ്പച്ചൻ പറഞ്ഞു, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഈ നാടിനെ നശിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. ഒരു നീതിമാനെ കൊണ്ട് ഹോളി യൂണിവേഴ്സ് എല്ലാ മനുഷ്യരെയും നിത്യതയോളം ചേർക്കുന്ന ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയണം. ആ സ്നേഹത്തിലേക്ക് ജീവിതത്തിൽ ചിലപ്പോൾ വേദനയുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയൊക്കെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ആരും എൻ്റെ മുമ്പിലില്ല. സാമ്പത്തിക ക്ലേശമോ മാനസികമായിട്ടുള്ള വേദനയോ ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ക്ലേശങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കും. മുഖവനായിട്ടുള്ള പത്രോസ് ഒരിക്കൽ കൊടിയ കടൽച്ചുഴിയുടെ അനുഭവത്തിലൂടെ വരുമ്പോൾ ക്രിസ്തു കാറ്റിനെയും കടലിനെയും ഒന്നും ശാന്തമാക്കിയില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ആ കാറ്റിനെയും കടലിനെയും അതിജീവിച്ച് അതിന്റെ മുകളിലൂടെ നടന്നു പോകുവാനുള്ള കരുത്ത് നമുക്ക് തരും. പ്രതിസന്ധി ഒരുപക്ഷെ തമ്പുരാൻ എടുത്ത് മാറ്റില്ല. കരങ്ങൾക്കും കാലുകൾക്കും ശക്തി നൽകുന്ന ദൈവം. അപ്പന്റെ സന്നിധിയിലേക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിന്റെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, സാധാരണ എല്ലാ യഹൂദൻ ബാലന്മാരും ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സങ്കീർത്തനം 31:5. സാധാരണ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മരണമല്ലേ. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ അതുവരെ നമ്മൾ എന്തായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഉറങ്ങുന്നതിന് തുല്യം അപ്പന്റെ സന്നിധിയിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ബലഹീനരാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ സൃഷ്ടിച്ചത് ദൈവം മണ്ണുകൊണ്ടാണ്. ഏതൻ പൂങ്കാവനത്തിൽ ഏതൻ്റെ കൈവഴികൾ ഒഴുകുന്നതിൻ്റെ ഒരിടത്ത് സ്വർണ്ണത്തരികളുണ്ട്. സ്വർണം കൊണ്ട് മനുഷ്യനെ ദൈവം മെനഞ്ഞില്ല, വെള്ളി കൊണ്ട് മെനഞ്ഞില്ല. മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. എത്ര വെയിൽ കഴിഞ്ഞാലും വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കിളിർത്തു വരും. ചിലിയിലെ ഒരു മരുഭൂമിയുണ്ട്, അറ്റക്കാമ മരുഭൂമി. 70 വർഷം ഘോര വെയിൽ ചുട്ടു വെളുത്ത് കിടക്കുമ്പോൾ 70 വർഷം കൂടി ഒരു മഴ പെയ്യും. അതിൻ്റെ ഉള്ളിൽ കിടന്ന വിത്ത് മുളച്ചു വന്നു. ലോകത്തുള്ള ടൂറിസ്റ്റുകളെല്ലാം കാണാൻ വരും. മനോഹരമായിട്ടുള്ള റോസ് കളറിലുള്ള പൂക്കൾ. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചത് 100 മേനി ഫലം തരുവാൻ വേണ്ടിയിട്ട്. വിത്തായി വ്യാപരിക്കണം. വെറും ഒരു വചന കേൾവിയും ഒരു ദുഃഖവള്ളി ആരാധനയുടെ കുറെ മണിക്കൂറുകൾ അപ്പന്റെ സന്നിധിയിൽ ചെലവിട്ടിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരം വന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? വിത്തായി വ്യാപരിക്കട്ടെ വചനം. സാധാരണ ഹോസ്പിറ്റലിലും നഴ്സിംഗ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഗ്ലൗസ് ഉണ്ട്. കോവിഡ് സമയത്തൊക്കെ നമ്മളത് കണ്ടതാണ്. ഗ്ലൗ നിർമ്മിച്ചത് ഈ കൈയുടെ ആകൃതിയിലാണ്.
സാധാരണ ഒരു ഗ്ലൗ എടുത്തിങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത് ചുളുങ്ങിയിരിക്കും. അത് കറക്റ്റായിട്ട് ആപ്റ്റായിരിക്കണമെങ്കിൽ അതിനകത്ത് കൈ ഉണ്ടെങ്കിൽ കൈ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കൈയുടെ ഡിസൈനിലാണ് ആ ഗ്ലൗ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഡിസൈനിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ദൈവം വന്നാലും മഹത്വത്തിൻ്റെ പ്രത്യാശയുള്ള ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എല്ലാവർക്കും എണീറ്റ് നിൽക്കാം, കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. 2024 വർഷത്തിൻ്റെ ദുഃഖവാരത്തിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ദിനം പ്രഭാതത്തിൽ ആലയത്തിൽ ഒരുമിച്ച് കൂടി വന്ന് ക്രിസ്തുവിനെ പാടുവാനും 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ നമ്മോട് അവസാനമായിട്ട് മൊഴിഞ്ഞ വാക്കുകളെ ധ്യാനിക്കുവാനും ഹൃദ്യമായ 7 പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരം ഉണ്ടാകണം. 7 തലത്തിലുള്ള 7 പ്രസംഗങ്ങളാണ് നമ്മൾ വീക്ഷിച്ചത്. ഒന്നാമത്തെ മൊഴി ക്ഷമയുടേതായിരുന്നു. രണ്ടാമത്തെ മൊഴി രക്ഷയുടെ മോക്ഷത്തിന്റെ അനുഭവത്തിൻ്റെതായിരുന്നു. മൂന്നാമത്തത് സ്നേഹബന്ധത്തിൻ്റെതുമായിരുന്നു. നാലാമത്തത് മാനുഷികമായിട്ടുള്ള അനുഭവത്തിൽ ദൈവപുത്രനെ ഇറങ്ങി വന്ന് വിളിച്ച ഒരു നിലവിളിയുടെ അനുഭവവും നാം കേട്ടു. അഞ്ചാമത്തെ മൊഴിയുടെ ദാഹത്തിന്റെ മൊഴിയും നാം കേട്ടു. ആറാമത്തെ മൊഴിയുടെ ഒരു സംതൃപ്തിയുടെ മൊഴി, ടെറ്റലസ്റ്റായി എന്ന എബ്രായ പദം നിവൃത്തിയായി. ഏഴാമത്തെ മൊഴിയും നാം ചിന്തിച്ചു. പ്രത്യാശപൂർണമായിട്ടുള്ള സമർപ്പണം തൻ്റെ പിതാവിനോട്. പിതാവെ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. 7 ചിന്തകൾ. സാധാരണ മരണപ്പെടുന്ന ആളുകൾ അവസാനമായിട്ട് എന്താണ് പറഞ്ഞതെന്ന് നമ്മോട് സാധാരണ ബന്ധുക്കളൊക്കെ ചോദിക്കാറുണ്ട്. ക്രിസ്തു അവസാനമായി പറഞ്ഞ ഈ 7 മൊഴികൾ, നമ്മോട് പറയുന്ന മൊഴികൾ നമ്മുടെ ജീവിതങ്ങളിൽ രൂപാന്തരമായി മാറട്ടെ. അവൻ്റെ ദാഹത്തിൻ്റെ, അവൻ ക്ഷമയുടെ രീതി നമ്മോട് കാട്ടിത്തന്നത്, അവൻ്റെ സമർപ്പണം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയ അനുഭവം. അങ്ങനെ താഴ്ത്താനായിട്ട് കഴിയുമ്പോൾ സകലത്തിന് നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തുന്ന ഒരു പിതാവുമുണ്ട്. വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അത് നാശത്തിലേക്കുള്ളതല്ല, ക്ഷേമത്തിലേക്കുള്ളതാണ്. തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഏറ്റവും വിനയത്തോടുകൂടെ അപ്പൊ 2024 വർഷത്തിന്റെ ഈ മനോഹരമായിട്ടുള്ള ദുഃഖവാരത്തിന്റെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ അങ്ങ് ഞങ്ങൾ ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം. അപ്പന്റെ കുരിശിന്റെ ചുവട്ടിൽ അല്പസമയം ഞങ്ങൾ ധ്യാനിച്ചത് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരമായി മാറട്ടപ്പ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരപ്പ, നിങ്ങളുടെ ആലയത്തിന്റെ ധനാഗമന അനുഭവത്തിന് വേണ്ടിയിട്ടപ്പ